ജില്ലയിലെ മലയോര മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാകുന്നു. മലക്കപ്പാറ അരേക്കാപ്പ് പ്രകൃതി നിവാസി കേന്ദ്രത്തിൽ കാട്ടാനാക്രമണത്തിൽ വീട് തകർന്നു. പാലപ്പള്ളി വലിയകുളത്ത് പാഡിക്ക് നേരെ കാട്ടാനാക്രമണം. സൈബർ തട്ടിപ്പ് വഴി നഷ്ടപ്പെട്ട 37 ലക്ഷത്തോളം രൂപ തിരികെ പിടിച്ച് തൃശൂർ സിറ്റി പോലീസ്. പോലീസ് സ്റ്റമെന്നുള്ള തട്ടിപ്പിന് ഇരയായവരുടെ പണമാണ് തിരികെ പിടിച്ചത്. പഴയന്നൂർ സ്വദേശികളായ ദമ്പതികളിൽ നിന്നും തട്ടിയെടുത്തത് 20 ലക്ഷം രൂപ. വടക്കാഞ്ചേരിയിൽ നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്നും വിദ്യാർത്ഥി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സ്കൂൾ വിട്ട് വരുന്നതിനിടയിൽ 5ഓളം തെരുവ് നായ്ക്കൾ വിദ്യാർത്ഥിക്ക് നേരെ പാഞ്ഞെടുത്തു. കൊടുങ്ങല്ലൂർ അഴീക്കോട് റേഷൻ കടയിലെ മസ്റ്ററിംഗ് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചയാൾ ഇ-പോസ് മെഷീൻ നിലത്തെറിഞ്ഞ് തകർത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് മഞ്ഞളിപ്പള്ളി സ്വദേശി രാജേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വന്യജീവി വാരാഘോഷത്തിൽ ആഘോഷങ്ങളില്ലാതെ സുവോളജിക്കൽ പാർക്ക്. തൃശൂർ മൃഗശാലയിൽ നിന്ന് സുവോളജിക്കൽ പാർക്കിലേക്ക് പക്ഷിമൃഗാദികളെ മാറ്റുന്നതിനുള്ള നടപടികൾ അനിശ്ചിതത്വത്തിലായിട്ട് മാസങ്ങൾ പിന്നിട്ടു. നമസ്കാരം. വാർത്തകൾ വിശദമായി. ജില്ലയിലെ മലയോര മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. ഇഞ്ചക്കുണ്ടിൽ വീണ്ടും കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. മുല്ലക്കുന്ന് സന്തോഷിന്റെ പറമ്പിലെ നിരവധി തെങ്ങ്, വാഴ, ജാതി തുടങ്ങിയവ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം വാണിയമ്പാറയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചിരുന്നു. വാണിയമ്പാറ പ്ലക്കോട് ഇരട്ടക്കുളങ്ങര വർക്കിയുടെ കൃഷിയിടത്തിലാണ് കാട്ടാന ഇറങ്ങിയത്. 800-ലധികം നേന്ത്രവാഴകളും 50ഓളം റബ്ബർ മരങ്ങളുമാണ് കാട്ടാന നശിപ്പിച്ചത്. കഴിഞ്ഞ ഒരാഴ്ചയായി പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണ്. മലക്കപ്പാറ അരേക്കാപ്പ് പ്രകൃതി നിവാസി കേന്ദ്രത്തിൽ കാട്ടാന ആക്രമണം. ഒരു വീട് പൂർണ്ണമായി തകർന്നു. ബാലൻ എന്നയാളുടെ വീടാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാട്ടാന ആക്രമിച്ചത്. ഭാര്യ രാജമ്മയുടെ ചികിത്സാർത്ഥം ബാലനും മറ്റുള്ളവരും ആശുപത്രിയിലായിരുന്നു. വീടിന്റെ ഭൂരിഭാഗവും തകർത്തതിന് ശേഷമാണ് പരിസരത്തുള്ളവർ വിവരം അറിഞ്ഞത്. പിന്നീട് നാട്ടുകാർ ശബ്ദമുണ്ടാക്കിയാണ് ആനയെ തുരത്തിയത്. പാലപ്പള്ളി വലിയകുളത്ത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാഡിക്ക് നേരെ കാട്ടാനകളുടെ ആക്രമണം. 5-അംഗ കുടുംബം ഒരു രാത്രി തള്ളി നീക്കിയത് ഭീതിയോടെ. ടാപ്പിംഗ് തൊഴിലാളിയായ കുന്നേക്കാടൻ ഷമീറയും കുടുംബവും താമസിക്കുന്ന പാഡിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ അടുക്കള തകർന്നു. ചൊവ്വാഴ്ച പുലർച്ചെ 2:15 സംഭവം. പുറകിലെ റബ്ബർ തോട്ടം കടന്നാണ് ആനക്കൂട്ടം എത്തിയത്. പാഡിയുടെ അടുക്കള പൂർണ്ണമായും നശിപ്പിച്ചു. വെള്ളം ടാങ്ക്, പാത്രങ്ങൾ, മേൽക്കൂരയിലെ ഷീറ്റ്, കോൺക്രീറ്റ് കാലുകൾ എന്നിവയും തകർത്തു. ഷീറ്റ് തകരുന്ന ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഞെട്ടി എഴുന്നേറ്റത്. അടുക്കള ഭാഗത്ത് കാട്ടാനക്കൂട്ടത്തെ കണ്ട് പരിഭ്രാന്തരായ ഇവർ വനം വകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് പടക്കം പൊട്ടിച്ചാണ് ആനക്കൂട്ടത്തെ കാട്ടിലേക്ക് ഓടിച്ചു കയറ്റിയത്. പാഡിക്ക് സമീപത്തു നിന്നും മാറിയെങ്കിലും കാട്ടിലേക്ക് ആനകൾ കയറാതെ തോട്ടത്തിൽ തന്നെ തമ്പടിക്കുകയായിരുന്നു. സൈബർ തട്ടിപ്പ് വഴി നഷ്ടപ്പെട്ട 37 ലക്ഷത്തോളം രൂപ തിരികെ പിടിച്ച് തൃശൂർ സിറ്റി പോലീസ്. പോലീസ് സ്റ്റമെന്നുള്ള തട്ടിപ്പിന് ഇരയായവരുടെ പണമാണ് തിരികെ പിടിച്ചത്. പഴയന്നൂർ സ്വദേശികളായ ദമ്പതികളിൽ നിന്നും തട്ടിയെടുത്തത് 20 ലക്ഷം രൂപ. പോലീസാണെന്ന് വിശ്വസിപ്പിക്കുന്ന തെളിവുകളുമായി സ്വയം പരിചയപ്പെടുത്തിയാണ് സൈബർ തട്ടിപ്പ് സംഘം ഇരകളെ വലയിലാക്കുന്നത്. ഇങ്ങനെ തൃശൂർ സിറ്റി പോലീസിന്റെ പരിധിയിൽ നിന്നുള്ള നിരവധി പേരാണ് ഇത്തരക്കാരുടെ കെണിയിൽ അകപ്പെട്ടത്. ഏതാനും ദിവസം മുൻപാണ് പഴയന്നൂർ സ്വദേശിയായ വ്യവസായി പുന്നക്കത്തറയിൽ വിനോദും സമാനമായ രീതിയിൽ തട്ടിപ്പിനിരയായത്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായും ഇതിന്മേൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച സംഘം അറസ്റ്റ് ഒഴിവാക്കാനായി ആവശ്യപ്പെട്ടത് ലക്ഷങ്ങൾ. വഞ്ചിക്കപ്പെട്ടതറിയാതെ വിനോദ് സ്വന്തം അക്കൗണ്ടിൽ നിന്നും ഭാര്യയുടെ അക്കൗണ്ടിൽ നിന്നുമായി 20 ലക്ഷം ട്രാൻസ്ഫർ ചെയ്തു നൽകി. പിന്നീടും തുക ആവശ്യപ്പെട്ടതോടെ സംശയം തോന്നിയ വിനോദ് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പരാതി നൽകാൻ അധികം വൈകാതിരുന്നതിനാലാണ് നഷ്ടപ്പെട്ടതിൽ 19 ലക്ഷത്തിൽ പരം രൂപയും തിരിച്ചു പിടിക്കാനായത്. അവർ പറഞ്ഞു ഇല്ലീഗൽ ആക്ടിവിറ്റീസിൽ പെട്ടിട്ടുണ്ട്. അവിടെ ഒരു പോലീസ് ഓഫീസർ ഇരിക്കുന്ന മാതിരി കാണിച്ചു. പിന്നെ എംബ്ലമാണ് വന്നത്, മഹാരാഷ്ട്ര പോലീസിന്റെ എംബ്ലവും കാര്യങ്ങളും വെച്ചിട്ട് പിന്നെ ചോദ്യങ്ങളായിരുന്നു. ആദ്യം തന്നെ എൻ്റെ ആധാർ കാർഡ് വെരിഫിക്കേഷന് വേണ്ടി അവർ മേടിച്ചായിരുന്നു. അത് ടെലികോം ഡിപ്പാർട്ട്മെന്റിൽ നിന്നെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത്. പിന്നെ അവർ കേസ് അന്വേഷണത്തിൽ നമുക്കെതിരെ സുപ്രീം കോടതി വാറണ്ട് ഉണ്ട് എന്നും പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ അവർ വീണ്ടും വിളിച്ചു. CBIക്ക് കണക്ട് ചെയ്യുന്ന മാതിരി CBIക്ക് കണക്ട് ചെയ്തു. CBI ഓഫീസർ വന്ന് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞ് ഇന്ന് കേസുണ്ടെന്ന് പറഞ്ഞിട്ട് ജാമ്യം കിട്ടണമെങ്കിൽ 15 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞു. അത് പ്രകാരമാണ് നമ്മൾ 15 ലക്ഷം രൂപ ഫസ്റ്റ് ട്രാൻസ്ഫർ ചെയ്തു. സമാനമായ രീതിയിൽ മറ്റൊരു യുവാവിന്റെ 17.5 ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടത്. ഇത് അപ്പോൾ തന്നെ പോലീസിനെ അറിയിച്ചതോടെ
മുഴുവൻ തുകയും തിരിച്ചുപിടിക്കാനായതായി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ അറിയിച്ചു. ഇതുവരെ 16 കോടിയോളം രൂപയാണ് തൃശൂർ സിറ്റി പോലീസ് പരിധിയിൽ മാത്രം ജില്ലയിൽ നഷ്ടപ്പെട്ടത്. ഇതിൽ 9% തുക തിരികെ പിടിച്ചു. എന്നാൽ കഴിഞ്ഞ 3 മാസത്തിനിടയിൽ നഷ്ടപ്പെട്ട 1.5 കോടിയോളം രൂപയിൽ 29% തുകയും തിരിച്ചുപിടിക്കാനായി. ഇതിന് സഹായകരമായത് സൈബർ തട്ടിപ്പ് സംബന്ധിച്ച പോലീസിന്റെ ബോധവൽക്കരണ പരിപാടികളാണ്. ജൂൺ മാസം വരെ 15 കോടിന് അടുത്ത് പൈസ നഷ്ടമായിരുന്നു. അതിൽ 9% മാത്രമേ നമുക്ക് ഫ്രീസ് ചെയ്യുകയും നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കാൻ സാധിച്ചു. ഇപ്പോൾ ഉള്ള ഡേറ്റ എന്ന് പറഞ്ഞാൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസം ഇപ്പോൾ ഉള്ള ഡേറ്റ എടുത്ത് നോക്കിയാൽ ഏകദേശം 29.5% പൈസ നഷ്ടമായ തുക നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിച്ചു. എത്ര അക്കൗണ്ടിലേക്ക് പോകുന്നു എന്നല്ല പ്രശ്നം, നിങ്ങൾ എത്രയും വേഗം പരാതിയായിട്ട് വരുന്നുണ്ട് എന്നാണ് കണക്ക്. അത് നിങ്ങൾ ഒരു ദിവസത്തിനുള്ളിൽ വന്നാൽ ഒരു 50% സാധ്യതയുണ്ട്. പക്ഷേ 1 മണിക്കൂറിനുള്ളിൽ വന്നാൽ 99% പോസിബിലിറ്റി ഉണ്ട്. 1930 വിളിക്കുകയോ അല്ല തൊട്ടടുത്തുള്ള സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുകയോ ചെയ്താൽ. സൈബർ തട്ടിപ്പിൽ ജനം കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും സംശയം തോന്നിയാൽ അപ്പോൾ തന്നെ വിവരം പോലീസിനെ അറിയിച്ചാൽ വേഗത്തിൽ തന്നെ പൂർണ്ണമായും നഷ്ടപ്പെട്ട പണം തിരികെ പിടിക്കാനാകുമെന്നും കമ്മീഷണർ അറിയിച്ചു. TCV തൃശൂർ. വടക്കാഞ്ചേരിയിൽ നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്നും വിദ്യാർത്ഥി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വടക്കാഞ്ചേരി മാരാത്തുകുന്ന് പാൽ സൊസൈറ്റിക്ക് സമീപമാണ് സംഭവം. സെന്റ് ഫ്രാൻസിസ് UP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ മാരാത്തുകുന്ന് മൂച്ചിക്കൽ വീട്ടിൽ റഫീഖിന്റെ മകൻ സലാമാണ് തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴക്കി രക്ഷപ്പെട്ടത്. സ്കൂൾ വിട്ട് വരുന്നതിനിടയിൽ ഇടവഴിയിൽ വെച്ച് 5ഓളം തെരുവ് നായ്ക്കൾ സലാമിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറുന്നതിനിടെ ബാഗ് വലിച്ചെറിഞ്ഞതോടെ തെരുവ് നായ്ക്കൾ പിന്മാറുകയായിരുന്നു. സമീപത്തെ CCTVയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ അഴീക്കോട് റേഷൻ കടയിലെ മസ്റ്ററിംഗ് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചയാൾ EPOS മെഷീൻ നിലത്തെറിഞ്ഞ് തകർത്തു. അഴീക്കോട് മഞ്ഞളി പാലത്തിന് സമീപം മേഴ്സി ലൂയിസിന്റെ ലൈസൻസിൽ പ്രവർത്തിക്കുന്ന റേഷൻ കടയിലായിരുന്നു സംഭവം. മസ്റ്ററിംഗ് നടത്തുന്നതിനിടയിലെത്തിയ ആൾ പ്രകോപനമില്ലാതെ EPOS മെഷീൻ നിലത്തെറിഞ്ഞ് തകർക്കുകയായിരുന്നുവെന്ന് റേഷൻ കട നടത്തിപ്പുകാരനായ ലൂയിസ് പറഞ്ഞു. നിലത്ത് വീണ മെഷീൻ കാലിൽ തട്ടി ഗർഭിണിയായ യുവതിക്ക് പരിക്കേറ്റു. സംഭവവുമായി ബന്ധപ്പെട്ട് മഞ്ഞളിപ്പള്ളി സ്വദേശി കൈതവളപ്പിൽ രാജേഷിനെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. സംബന്ധമായിട്ടുള്ള ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നിർത്തി, നിങ്ങൾ ഇത് ഇപ്പം എടുക്കേണ്ട. കിടപ്പ് രോഗികൾ വീട്ടിൽ പോയി എടുത്തിട്ട് ഇതിപ്പോൾ ചെയ്താൽ മതി. ഇവർക്ക് കയ്യും കാലൊക്കെ ഉള്ളവരാണ്. അത് ചെയ്യുക സ്നേഹത്തോട് വേണമെങ്കിൽ പറഞ്ഞത്. അവൻ പറഞ്ഞത് ഇവിടെ ഒരു കൊച്ചു വയ്യാതെ ഇരിക്കുന്നത്, ആ കൊച്ചിനെ കൊണ്ടുവരാൻ പറഞ്ഞത്. എന്നാൽ കൊണ്ടുവരാൻ പറഞ്ഞ് കൊണ്ടുവന്ന് നോക്കിയിട്ട് പല പ്രാവശ്യം വിട്ടിട്ടും കൈ പിടിക്കണില്ല. ഞാൻ പറഞ്ഞു എന്നെ പിടിച്ചില്ല എന്ന് പറഞ്ഞ് അത് പിടിപ്പിച്ചിട്ട് ചെയ്താൽ മതിയടാന്നും പറഞ്ഞ് പെട്ടെന്ന് ഒരു ഇതുമില്ലാതെ മേശപ്പുറത്തിരുന്ന ഈ പൂസെടുത്ത് താഴ്ത്ത് ചെയ്യാറാണ്. അത് 3 കഷ്ണമായിട്ട് തീർത്തി. അത് കൊണ്ടത് ആ കൊച്ചിൻ്റെ അമ്മയുടെ പൂർണ്ണ ഗർഭിണിയാണ്. അതിൻ്റെ കാര്യം വീണ്ടും ഒരു വന്യജീവി വാരാഘോഷം കൂടി വന്നെത്തുമ്പോൾ ആഘോഷങ്ങളില്ലാതെയാണ് ഇത്തവണ വന്യജീവി വാരാഘോഷം സുവോളജിക്കൽ പാർക്കിൽ കടന്നുപോകുന്നത്. തൃശൂർ മൃഗശാലയിൽ നിന്ന് സുവോളജിക്കൽ പാർക്കിലേക്ക് പക്ഷിമൃഗാദികളെ മാറ്റുന്നതിനുള്ള നടപടികൾ അനിശ്ചിതത്വത്തിലായതാണ് തിരിച്ചടിയായത്. കഴിഞ്ഞ വർഷം വന്യജീവി വാരാഘോഷത്തോടനുബന്ധിച്ച് ആഘോഷപൂർവ്വമായാണ് പക്ഷിമൃഗാദികളുടെ മാറ്റം സംഘടിപ്പിച്ചത്. എന്നാൽ ദിവസങ്ങൾ പിന്നിടുമ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു. തൃശൂർ മൃഗശാലയിൽ നിന്നും സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിയ 4 വർണ്ണപ്പക്ഷികളും 1 മാനും ചത്തതോടെ പക്ഷിമൃഗാദികളുടെ മാറ്റം അനിശ്ചിതത്വത്തിലായി. നിലവിൽ 4 കടുവയും പുലിക്കുട്ടിയും സിംഹവാലൻ കുരങ്ങനും മലയണ്ണാനും മയിലുകളുമടക്കം 28 ജീവികളാണ് സുവോളജിക്കൽ പാർക്കിലുള്ളത്. ഇതിൽ പുലിക്കുട്ടിയും കടുവകളും 1.5 വർഷമായി നിരീക്ഷണക്കൂട്ടിൽ തന്നെ തുടരുകയാണ്. 439 ഇനം ജീവജാലങ്ങളെ പല ഘട്ടങ്ങളായി പുത്തൂരിലേക്ക് മാറ്റാനാണ് കേന്ദ്ര സൂ അതോറിറ്റി കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ അനുമതി നൽകിയിരുന്നത്. പാർക്കിന്റെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ആവാസ വ്യവസ്ഥകളുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കി പക്ഷിമൃഗാദികളുടെ മാറ്റം നടപ്പിലാക്കി സുവോളജിക്കൽ പാർക്കുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ച പക്ഷികൾ മുൻപ് ചത്തതുമൂലം വിവാദമുയർന്നതിനെ തുടർന്ന് പുതിയതായി നിയമിച്ച ഡയറക്ടറെ മറ്റു ചുമതലകളിൽ നിന്ന് ഒഴിവാക്കി സുവോളജിക്കൽ പാർക്കിന്റെ മുഴുവൻ സമയ ചുമതല നൽകണമെന്ന് ആവശ്യപ്പെട്ട് വനംവകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും നടപടിയായില്ല. കൂടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ പിന്നെ എന്തിനാണ് കഴിഞ്ഞ ഒക്ടോബർ 2-ാം തീയതി ഇത്ര ലക്ഷക്കണക്കിന് രൂപ
ചെലവഴിച്ചുകൊണ്ടുള്ള ഒരു ഉദ്ഘാടന മാമാങ്കം അവിടെ നടത്തിയത് എന്നതിന് വിശദീകരണവും ആരും പറയുന്നില്ല. 3 ചുമതലകൾ വഹിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ആഴ്ചയിൽ 1-1.5 ദിവസം മാത്രമാണ് അദ്ദേഹത്തിന് ഇവിടെ എത്തിപ്പെടാനായിട്ട് സാധിക്കുന്നത്. ഇത്തരത്തിൽ ഫുൾ ടൈം ഡയറക്ടർ ഇല്ലാത്തത് സുവോളജിക്കൽ പാർക്കിന്റെ പ്രവർത്തനങ്ങളെ വളരെയേറെ പിറകോട്ടടുപ്പിക്കുന്നുണ്ട്. അടിയന്തരമായി ഒരു ഫുൾ ടൈം ഡയറക്ടറെ വെച്ച് സുവോളജിക്കൽ പാർക്കിലേക്ക് പക്ഷിമൃഗാദികളെ മാറ്റാനുള്ള പ്രവർത്തനം ത്വരിതപ്പെടുത്തണം എന്നാണ് ഫ്രണ്ട്സ് ഓഫ് സൂവിന് പറയാനുള്ളത്. പ്രശസ്ത ഓസ്ട്രേലിയൻ മൃഗശാല ഡിസൈനർ ജോൺ കോ ആണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഡിസൈൻ ചെയ്തത്. മൃഗങ്ങളെ കൂട്ടിലടച്ച് പ്രദർശിപ്പിക്കുന്ന പരമ്പരാഗത മൃഗശാലകളിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ മൃഗത്തിനും ഇണങ്ങുന്ന സ്വാഭാവിക ആവാസ വ്യവസ്ഥ തുറസായ തരത്തിൽ ഒരുക്കി അത് കാണാൻ സന്ദർശകർക്ക് അവസരമൊരുക്കുകയാണ് ചെയ്യുന്നത്. മൃഗങ്ങളെ വീക്ഷിക്കുവാനുള്ള സന്ദർശക ഗ്യാലറികൾ, വിശാലമായ പാർക്കിംഗ് സ്ഥലം, റിസപ്ഷൻ ആൻഡ് ഓറിയന്റേഷൻ സെന്റർ, സർവീസ് റോഡുകൾ, ട്രാം റോഡുകൾ, ടിക്കറ്റ് കൗണ്ടർ, എലവേറ്റഡ് നടപ്പാത, ഡൈവേഴ്സിറ്റി സെന്റർ, ട്രാം സ്റ്റേഷനുകൾ, കഫ്റ്റീരിയ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് സമുച്ചയം, ക്വാർട്ടേഴ്സുകൾ, ടോയ്ലറ്റ് ബ്ലോക്കുകൾ എന്നിവയുടെയെല്ലാം നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. അതേസമയം നേരത്തെ 2024 ഡിസംബറിൽ സുവോളജിക്കൽ പാർക്കിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നൽകുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും നിലവിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഒന്നിനു പിറകെ ഒന്നായി വിവാദം ഉയർന്ന സാഹചര്യത്തിൽ സുവോളജിക്കൽ പാർക്ക് തുറക്കുന്നതിനായി ഇനിയും കാത്തിരിക്കേണ്ടി വരും. TCV ന്യൂസ്, തൃശൂർ. ബലാത്സംഗ കേസിൽ ഒളിവിലായിരുന്ന ചലച്ചിത്ര നടൻ സിദ്ദീഖ് അഭിഭാഷകന് മുന്നിൽ ഹാജരായി. ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച ശേഷം സിദ്ദീഖ് ഒളിവിലായിരുന്നു. 2 ആഴ്ചത്തേക്ക് സിദ്ദീഖിന്റെ അറസ്റ്റ് തടഞ്ഞ് കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി ഉത്തരവിട്ടതിനെ തുടർന്നാണ് ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് അഭിഭാഷകൻ ബി രാമൻപിള്ളയുമായി സിദ്ദീഖ് കൂടിക്കാഴ്ച നടത്തിയത്. കേസ് 2 ആഴ്ചയ്ക്കകം സുപ്രീംകോടതി വീണ്ടും പരിഗണിക്കും. അതേസമയം ലൈംഗിക പീഡന പരാതിയിൽ നടൻ നിവിൻ പോളിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. നിവിൻ പോളി നൽകിയ ഗൂഢാലോചന സംബന്ധിച്ച പരാതിയിലും മൊഴിയെടുത്തു. പാചകവാതക വില വർദ്ധിപ്പിച്ചു. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറുകളുടെ വില 48 രൂപ കൂട്ടി. ഗാർഹിക സിലിണ്ടറുകളുടെ വില കൂട്ടിയിട്ടില്ല. 2024 മുതൽ ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിച്ചത് ഹോട്ടൽ മേഖലയെ ബാധിക്കും. കേരള കലാമണ്ഡലം കലാരംഗത്തെ സമ്പൂർണ്ണ സർവകലാശാലയായി മാറുമ്പോൾ ലോക സാംസ്കാരിക ടൂറിസം രംഗത്ത് വലിയ അനന്ത സാധ്യതയാണ് തുറക്കുകയെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. കേരള കലാമണ്ഡലത്തിൽ പുതിയതായി നിർമ്മിക്കുന്ന ഗുരു ചിന്നമ്മു അമ്മ ലേഡീസ് ഹോസ്റ്റൽ ശിലാസ്ഥാപനവും വിസിറ്റേഴ്സ് ലോഞ്ചിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കലാമണ്ഡലത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിച്ച് സാമ്പത്തികമായി സ്വയം പര്യാപ്തയാക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. യോഗത്തിൽ കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ബി അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ, SC/ST കമ്മീഷൻ അംഗം TK വാസു, വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, വൈസ് പ്രസിഡന്റ് P നിർമ്മലാദേവി, കലാമണ്ഡലം ഭരണസമിതി അംഗങ്ങളായ AV സതീഷ്, K രവീന്ദ്രനാഥൻ, ഡെപ്യൂട്ടി രജിസ്ട്രാർ ഷാജി സാമുവൽ തുടങ്ങിയവർ സംസാരിച്ചു. മാത്രം ജീവിക്കാൻ കഴിയുമെന്ന ധാരണയിലേക്ക് നമ്മൾ എത്തരുത്. എല്ലാവർക്കും ആശാട്ടിമാരും ആശാമാരും ആകാൻ കഴിയില്ല. അതോടൊപ്പം സർക്കാരിൻ്റെ പരീക്ഷകൾ എഴുതി ജയിക്കാനും ലോകത്തെവിടെ പോയി തൊഴിൽ ചെയ്യാനും കഴിയുന്ന അക്കാദമിക് നിലവാരം കൂടി മെച്ചപ്പെടുത്തണം. പൂജവെപ്പിന് സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് ഈ മാസം 11-ന് അവധി പ്രഖ്യാപിച്ചു. ഇത് സംബന്ധിച്ച് ഉത്തരവിറങ്ങി. സാധാരണഗതിയിൽ ദുർഗാഷ്ടമി ദിവസം സന്ധ്യയ്ക്കാണ് പുസ്തകങ്ങൾ പൂജയ്ക്ക് വെക്കുന്നത്. ഇത്തവണ 2 ദിവസങ്ങളിലായി സൂര്യോദയത്തിന് തൃതീയ വരുന്നതിനാൽ അഷ്ടമി സന്ധ്യയ്ക്ക് വരുന്ന 10-ന് വൈകിട്ടാണ് പൂജവെപ്പ്. ഈ സാഹചര്യത്തിൽ 11-ന് അവധി നൽകണം എന്നാവശ്യപ്പെട്ട് അധ്യാപക സംഘടനയായ NTU മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. സർക്കാർ കലണ്ടറിൽ ഒക്ടോബർ 10-നാണ് പൂജവെപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഷാളിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. പാലക്കാട് വെച്ച് രാവിലെയായിരുന്നു സംഭവം. ശബരി ആശ്രമത്തിലെ ചടങ്ങിൽ ഗാന്ധി ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതിനിടെ നിലവിളക്കിൽ നിന്നാണ് തീ പടർന്നത്. തുടർന്ന് സമീപത്തുണ്ടായിരുന്നവർ ഷാൾ ഊരി തീ കെടുത്തുകയായിരുന്നു.
നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയെ കാപ്പ പ്രകാരം കരുതൽ തടങ്കലിലാക്കി. നടത്തറ കാച്ചേരി സ്വദേശി പോന്നോക്കാരൻ വീട്ടിൽ നിനോ എന്ന് വിളിക്കുന്ന നെയ്മറിനെയാണ് ജില്ലാ മജിസ്ട്രേറ്റിന്റെ കരുതൽ തടങ്കൽ ഉത്തരവ് പ്രകാരം വിയൂർ സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കലിലാക്കിയത്. കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ജിയോയുടെ സംഘത്തിൽപ്പെട്ടയാളാണ് നെയ്മർ. CPI തൃശൂർ ജില്ലാ കൌൺസിൽ യോഗത്തിൽ തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വൻ പ്രതിഷേധമുണ്ടായി എന്നും RSS CPM ബന്ധം ആരംഭിച്ചുവെന്നുമുള്ള രീതിയിൽ പ്രചരിക്കുന്ന മാധ്യമ വാർത്തകൾ വാസ്തവ വിരുദ്ധമാണെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് പ്രസ്താവനയിൽ പറഞ്ഞു. പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായ നിലപാട് ആ ഘട്ടത്തിൽ തന്നെ പാർട്ടി വ്യക്തമാക്കിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുൻപ് നടന്ന പൂരത്തെ രാഷ്ട്രീയ താൽപര്യത്തിന് പ്രയോജനപ്പെടുത്തുക എന്ന അജണ്ട സംഘപരിവാരങ്ങൾക്കുണ്ടായിരുന്നു എന്നത് പൂരം വിഷയം പരിശോധിക്കുന്ന ആർക്കും ബോധ്യമാകും. ADGPയുടെ അന്വേഷണ റിപ്പോർട്ട് അപൂർണമാണെന്ന കുറിപ്പോടെ DGPയും ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയും മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയെന്ന വാർത്ത വാസ്തവമാണെങ്കിൽ ഇക്കാര്യത്തിൽ സമഗ്രവും സത്യസന്ധവുമായി അന്വേഷണം നടത്തി അടിയന്തരമായി റിപ്പോർട്ട് പുറത്തുകൊണ്ടുവരണമെന്നതാണ് CPI നിലപാട്. അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരുന്നതിന് മുൻപ് തന്നെ RSS CPM ഗൂഢാലോചന എന്ന രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്തി സർക്കാരിനും LDFനുമെതിരെ ആക്ഷേപം ഉന്നയിക്കാനാണ് കോൺഗ്രസും UDFും ശ്രമിക്കുന്നത്. CPIയും ഈ നിലപാടിനെ പിന്തുണയ്ക്കുന്നുവെന്ന് വരുത്തി തീർക്കാനാണ് മാധ്യമങ്ങളുടെ ഇപ്പോഴത്തെ ശ്രമമെന്നും KK വത്സരാജ് പ്രസ്താവനയിൽ പറഞ്ഞു. 6 ആണ്ടിന്റെ ക്ലേശത്തിന് അറുതി. ആനക്കയത്തെ പ്രകൃതി നിവാസികളും ഇനി മുതൽ സ്വന്തമായി ഭൂമിയുള്ളവർ. ആനക്കയത്തെ ആദിവാസി ഉന്നതി കുടുംബങ്ങൾക്ക് സർക്കാർ രേഖ കയ്യിൽ കിട്ടിയപ്പോൾ അതിരില്ലാത്ത ആശ്വാസം. പലായനങ്ങളും പാറപ്പുറത്തെ അന്തിയുറക്കവും പിന്നീട് മറ്റൊരിടത്തേക്കുള്ള ചേക്കേറ്റവും 6 വർഷത്തെ ഭയാനകമായ ജീവിതത്തിനാണ് ഇതോടെ അറുതിയായത്. 2018 ഉരുൾപൊട്ടലിനെ തുടർന്നാണ് ആനക്കയത്തെ 24 കുടുംബങ്ങൾ പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്തത്. കുത്തിയൊഴുകിയ മലവെള്ളം പ്രദേശത്തെ തകർത്തു. പിന്നീട് വാസസ്ഥലത്തേക്ക് മടങ്ങുവാൻ കാടാർ വിഭാഗത്തിലെ ഇവർ ഭയപ്പെട്ടു. പകരം 1/2 കിലോമീറ്റർ ദൂരെയുള്ള പാലത്തിനടുത്ത് പാറപ്പുറത്തായി വാസം. പകൽ ജോലിയും രാത്രി പാറകൾക്ക് മുകളിലെ കെട്ടിയ ഷീറ്റിനടിയിലെ ഉറക്കവും. ഇത് വാർത്തയായപ്പോൾ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം കുടുംബങ്ങളെ ഷോളയാറിലെ KSEBയുടെ ഒഴിഞ്ഞുകിടക്കുന്ന ക്വാർട്ടേഴ്സിലേക്ക് മാറ്റി. എന്നാൽ ഇവരുടെ കൂട്ടത്തിൽ ഒരു കുട്ടി മരിച്ചത് പാമ്പുകടിയേറ്റാണെന്ന ഭയത്താൽ പിന്നീട് ഇവിടെ നിന്നും ഇറങ്ങി. തുടർന്ന് അന്നത്തെ MLA BD ദേവസിയും ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിജു വാഴക്കാലയുടെയും ശ്രമഫലമായി 24 കുടുംബങ്ങളെയും തവളക്കുഴിപ്പാറ ഉന്നതിക്ക് സമീപത്തെ പോത്തുപാറയിൽ എത്തിച്ചു. പഞ്ചായത്ത് അംഗം KK റിജേഷ് ഇതിന് നേതൃത്വം നൽകി. ഇവർ കുടിൽ കെട്ടി താമസിച്ച സ്ഥലം കൈവശമാകാൻ കേന്ദ്ര സർക്കാർ നിയമം തടസ്സമായി മാറി. വിവരമറിഞ്ഞെത്തിയ മുൻ പട്ടികവർഗ വകുപ്പ് മന്ത്രി K രാധാകൃഷ്ണൻ പ്രശ്നത്തിൽ ഇടപെട്ടു. വാഴച്ചാൽ DFO R ലക്ഷ്മിയും പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നു. ഒടുവിൽ റവന്യൂ വകുപ്പ് സംഘടിപ്പിച്ച പട്ടയമേളയിൽ ഇവരുടെ സ്വപ്നം സാക്ഷാത്കരിച്ച് കൈവശാവകാശ രേഖ സ്വന്തമാവുകയും ചെയ്തു. ഇനി മുതൽ 24 കുടുംബങ്ങൾക്കും അടച്ചുറപ്പുള്ള വീട് നിർമ്മിക്കാൻ സർക്കാർ സഹായം ലഭ്യമാകും. TCV ന്യൂസ്, ചാലക്കുടി. അന്താരാഷ്ട്ര വയോജന ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം വടക്കാഞ്ചേരിയിൽ നടന്നു. MLA സേവ്യർ ചിറ്റിലപ്പിള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ അധ്യക്ഷൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ P സജീവ് കുമാർ, നോഡൽ ഓഫീസർ ഡോക്ടർ ഷീജ, മാസ് മീഡിയ ഓഫീസർ സന്തോഷ് കുമാർ തുടങ്ങിയവർ സന്നിഹിതരായി. ലോക വയോജന ദിനത്തോടനുബന്ധിച്ച് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ജെറിയാട്രിക് മെഡിസിൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ തൃശൂർ തോപ്പ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ തൃശൂർ ഇന്റർനാഷണൽ ഡേ ഓഫ് ഓൾഡർ പേഴ്സൺസ് സംഘടിപ്പിച്ചു. മുതിർന്ന പൌരന്മാരെ ആദരിക്കുന്നതിനും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമായി സംഘടിപ്പിച്ച പരിപാടി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാ ടോണി നീലങ്കാവിൽ അധ്യക്ഷത വഹിച്ചു. വാർദ്ധക്യത്തിലും തങ്ങളുടെ കർമ്മ മേഖലകളിൽ സജീവമായി പ്രവർത്തിക്കുന്നവരെ ചടങ്ങിൽ ആദരിച്ചു. മുതിർന്ന പൌരന്മാർക്കുള്ള ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകളും ആരോഗ്യ പരിശോധനയും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഡെപ്യൂട്ടി മേയർ ML റോസി, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് CEO ബെന്നി ജോസഫ് നീലങ്കാവിൽ, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ പോൾ ചാലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ഇന്റർനാഷണൽ ഡേ ഓഫ് ഓൾഡ് ഏജിന്റെ ആശംസകൾ. പിന്നെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ
തൃശൂർ IMA ബ്ലഡ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ സന്നദ്ധ രക്തദാന ദിനാചരണം സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സിസ്റ്റർ ബീന ജോസ് ഉദ്ഘാടനം ചെയ്തു. IMA തൃശൂർ പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ജോർജ് അധ്യക്ഷത വഹിച്ചു. IMA സെക്രട്ടറി ഡോക്ടർ ബേബി തോമസ്, ബ്ലഡ് ബാങ്ക് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ P. ഗോപികുമാർ, NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ PS സ്മിത തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ സന്നദ്ധ രക്തദാന സംഘടനകളെ ആദരിച്ചു. രക്തദാന സന്ദേശമുയർത്തി കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും ശ്രദ്ധേയമായി. രക്തദാന ദിനത്തിന്റെ ഭാഗമായി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ രക്തദാതാക്കളുടെയും രക്തദാന സംഘടനകളുടെയും കൂട്ടായ്മ സംഘടിപ്പിച്ചു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ N. അശോകൻ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ KB. സനൽകുമാർ, സൂപ്രണ്ട് ഡോക്ടർ M. രാധിക, ENT വകുപ്പ് മേധാവി ഡോക്ടർ PV. അജയൻ, ബ്ലഡ് ബാങ്കിലെ ഡോക്ടർ സജിത്ത് വിളമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള കോൺഗ്രസ് ചെയർമാനായിരുന്ന മുൻ മന്ത്രി CF തോമസിന്റെ 4ാം ചരമവാർഷിക ദിനം പാർട്ടി ജില്ലാ കമ്മിറ്റി ആചരിച്ചു. അനുസ്മരണ സമ്മേളനം കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV. കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് ചെയർമാൻ MP. പോളി, കേരള യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് KV. കണ്ണൻ, ഉന്നതാധികാര സമിതി അംഗം ജോൺസൺ കാഞ്ഞിരത്തിങ്കൽ, സംസ്ഥാന സെക്രട്ടറി മിനി മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ജില്ലാ ബധിര അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ 67ാമത് രാജ്യാന്തര ബധിര ദിനം ആചരിച്ചു. ചെയർമാൻ S. സന്തോഷ് കുമാർ പതാക ഉയർത്തി. ചടങ്ങിൽ പ്രസിഡന്റ് CJ. ജോമോൻ, ജനറൽ സെക്രട്ടറി ഹെൻറി സണ്ണി, ജോയിന്റ് സെക്രട്ടറി KK. ഡെയ്സൺ, ജില്ലാ വനിതാ ഫോറം ജനറൽ സെക്രട്ടറി P. ചിത്തിര തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ എന്റെ മലയാളം എന്ന പേരിൽ ചർച്ച സംഘടിപ്പിച്ചു. ഭാഷയുടെ പരിണാമം, പ്രയോഗം, സാഹിത്യം, വ്യാപനം എന്നീ വിഷയങ്ങളിൽ ചേലൂർ സാഹിതിയിൽ നടന്ന ചർച്ച സാഹിത്യകാരൻ ഡോക്ടർ SK. വസന്തൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. സാഹിത്യ അക്കാദമി സെക്രട്ടറി CP. അബൂബക്കർ, നോവലിസ്റ്റ് K. രഘുനാഥൻ, എഴുത്തുകാരൻ ഡോക്ടർ ആനന്ദൻ, ലിറ്റററി ഫോറം പ്രസിഡന്റ് K. ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി PRK. ചേനം, മോഹൻദാസ് പാറപ്പുറത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ പാറമേക്കാവ് ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. പരിപാടികളുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ ബാലഗോപാൽ, സെക്രട്ടറി G. രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ തട്ടകത്തെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. ദേവസ്വത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ പ്രധാനപ്പെട്ട അതുപോലത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതാവും. സോ അപ്പം വരുന്ന കാര്യം തന്നെയാണ്. സോ ഈ രണ്ടേക്കും താങ്ക് യു. മകളാണ് 19ാമത് സംസ്ഥാന സീനിയർ സെബക് തക്രോ ചാമ്പ്യൻഷിപ്പിന് തൃശൂരിൽ തുടക്കമായി. 2 ദിവസങ്ങളിലായി VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ലീഗ് കം നോക്കൌട്ട് ഫോർമാറ്റിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ 14 ജില്ലാ ടീമുകളാണ് ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കുന്നത്. സെബക് തക്രോ അസോസിയേഷൻ കേരളയും തൃശൂരും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻഷിപ്പിന് 3ാം തവണയാണ് തൃശൂർ ആതിഥേയത്വം വഹിക്കുന്നത്. തൃശൂർ ജില്ലാ പുരുഷ ടീമിനെ ചന്ദ്രകിരണും വനിതാ ടീമിനെ തൃശൂർ സെന്റ് മേരീസ് കോളേജിലെ അഞ്ജുവുമാണ് നയിക്കുന്നത്. ചാമ്പ്യൻഷിപ്പ് ബുധനാഴ്ച സമാപിക്കും. മൂന്നര പതിറ്റാണ്ടോളമായി വീടെത്താൻ വഴിയില്ലാതെ നടപ്പാതയിലൂടെ ദുരിതയാത്ര നടത്തുകയാണ് തൃക്കൂർ കോനിക്കരയിലെ 7 കുടുംബങ്ങൾ. റോഡിൽ നിന്ന് 250 മീറ്ററോളമുള്ള നടപ്പാത മാത്രമാണ് ഇവരുടെ വീടുകളിലെത്താനുള്ള ഏകമാർഗം. നിരവധി തവണ പഞ്ചായത്ത് അധികൃതർക്ക് വീട്ടുകാർ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. സ്വകാര്യ വ്യക്തികൾ ഭൂമി വിട്ടു നൽകിയാൽ സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് സഞ്ചാരയോഗ്യമായ ഒരു വഴിയുണ്ടാകും. സ്ഥലം വിട്ടു നൽകാൻ ചില ഉടമകൾ തയ്യാറാണെങ്കിലും അതിനെല്ലാം മുൻകൈയെടുത്ത് നടപ്പിലാക്കാൻ അധികൃതരാരും മുന്നോട്ടു വരുന്നില്ലെന്നാണ് വീട്ടുകാരുടെ ആക്ഷേപം. വഴിവിളക്കില്ലാത്ത പ്രദേശത്ത് ഇഴജന്തുക്കളെ ഭയന്നാണ് ഓരോരുത്തരും വീടെത്തുന്നത്.
ഇതിലൂടെയാണ് കുട്ടികളും വയോധികരും ഉൾപ്പെടെയുള്ളവർ സഞ്ചരിക്കുന്നത്. കുഞ്ഞു 2.5 വയസ്സ് തൊട്ട് 13 വയസ്സ് പ്രായം വരെയുള്ള മക്കളാണ്. അവർ വെള്ളത്തിലൂടെ നീന്തിയിട്ടാണ് സ്കൂളിലൊക്കെ പോകുന്നത്. ഇപ്പോൾ ഈ വെള്ളപ്പൊക്കം വന്നതിന് ശേഷം പാമ്പുകളുടെ കളിയാണ്. മക്കൾക്ക് പോകാനായിട്ട് ഒരു സുരക്ഷിതയില്ല. എല്ലാ പാർട്ടിക്കാരും വന്നിട്ട് ഞങ്ങൾക്ക് അത് തരാം ഇത് തരാമെന്ന് പറഞ്ഞിട്ട് ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തേക്ക് ഒരാളും ഇല്ല. വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഞങ്ങൾക്ക്. ഈ നടക്കണ വഴിയുണ്ടല്ലോ, അത് കുറച്ച് വീതി കൂട്ടി തരണമെന്നാണ് ഞങ്ങൾ അവിടെ കുറെ നാളുകളായിട്ട് പറയുന്നത്. ഇതേവരെയ്ക്ക് അതിനൊരു തീരുമാനം കൂടി ഉണ്ടായിട്ടില്ല. നടപ്പാതയ്ക്ക് ചുറ്റിലും സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയാണുള്ളത്. ഇവർ കനിഞ്ഞാൽ മാത്രമേ ഈ കുടുംബങ്ങൾക്ക് വഴിയെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയുള്ളൂ. വഴിക്കുള്ള ഭൂമി പണം നൽകി വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയുള്ളവരല്ല ഇവിടെയുള്ളവർ. അധികൃതർ സ്വകാര്യ വ്യക്തികളെ കണ്ട് സംസാരിച്ചാൽ ഒരുപക്ഷെ അവർ സ്ഥലം വിട്ടു നൽകുമെന്നുള്ള പ്രതീക്ഷയാണ് ഇവർക്കുള്ളത്. അസുഖം വന്നാൽ അവരെ ഉന്തുവണ്ടിയിൽ റോഡിലേക്ക് എത്തിക്കുകയാണ് പതിവ്. മഴക്കാലമായാൽ വേഗത്തിൽ വെള്ളം കയറുന്ന പ്രദേശമാണ് ഇവരുടേത്. വീടുകളിൽ വെള്ളം കയറി സാധനങ്ങളെല്ലാം റോഡിലേക്ക് എത്തിക്കാൻ ഏറെ പ്രയാസമാണ് ഇവർ അനുഭവിക്കുന്നത്. അധികൃതർ ഇടപെട്ട് വീടുകളിലേക്ക് വാഹനമെത്താൻ കഴിയുന്ന രീതിയിലുള്ള വഴിയൊരുക്കി തരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV പുതുക്കാട്. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ജഡ്ജിമാരും ജീവനക്കാരും ചേർന്ന് അയ്യന്തോൾ കോടതി പരിസരം ശുചീകരിച്ചു. ശുചീകരണ പ്രവർത്തികൾക്ക് ജില്ലാ ജഡ്ജി PP സൈദലവി, അഡീഷണൽ ജില്ലാ ജഡ്ജിമാരായ KE സാലി, KV രജനീഷ്, രതീഷ് കുമാർ, CJM രമ്യ മേനോൻ, DNSA സെക്രട്ടറി സരിത രവീന്ദ്രൻ തുടങ്ങിയവർ ശുചീകരണത്തിന് നേതൃത്വം നൽകി. ജില്ലാ കോടതി ജീവനക്കാരും അഡ്വക്കേറ്റ് ക്ലർക്കുമാരും ജില്ലാ ജുഡീഷ്യൽ ഓഫീസർമാരും ശുചീകരണ പ്രവർത്തികളിൽ പങ്കാളികളായി. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ബുധനാഴ്ച രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ കെട്ടിക്കിടക്കുന്ന കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനായി നാഷണൽ അദാലത്തും സംഘടിപ്പിച്ചിട്ടുണ്ട്. BSNL സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ BSNL ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പെരിങ്ങാവ് BSNL സഞ്ചാർ ഭവനിൽ നടന്ന ക്യാമ്പ് BSNL സീനിയർ ജനറൽ മാനേജർ MS ഹരി ഉദ്ഘാടനം ചെയ്തു. BSNL ജീവനക്കാരും ബന്ധുക്കളും ഫ്രാഞ്ചൈസികളിലുമുള്ളവരും ഉൾപ്പെടെ 150ഓളം പേർ രക്തദാനം നടത്തി. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7020 രൂപ, പവന് 56,160 രൂപ, വെള്ളി ഗ്രാമിന് 98 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3417 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിലെ മലയോര മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. മലക്കപ്പാറ അരേക്കാപ്പ് പ്രകൃതി നിവാസി കേന്ദ്രത്തിൽ കാട്ടാനാക്രമണത്തിൽ വീട് തകർന്നു. പാലപ്പള്ളി വലിയകുളത്ത് പാഡിക്ക് നേരെ കാട്ടാനാക്രമണം. സൈബർ തട്ടിപ്പ് വഴി നഷ്ടപ്പെട്ട 37 ലക്ഷത്തോളം രൂപ തിരികെ പിടിച്ച് തൃശൂർ സിറ്റി പോലീസ്. പോലീസ് സ്റ്റമന്റുള്ള തട്ടിപ്പിനിരയായവരുടെ പണമാണ് തിരികെ പിടിച്ചത്. പഴയഞ്ഞ സ്വദേശികളായ ദമ്പതികളിൽ നിന്നും തട്ടിയെടുത്തത് 20 ലക്ഷം രൂപ. വടക്കാഞ്ചേരിയിൽ നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്നും വിദ്യാർത്ഥി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സ്കൂൾ വിട്ടു വരുന്നതിനിടയിൽ 5ഓളം തെരുവ് നായ്ക്കൾ വിദ്യാർത്ഥിക്ക് നേരെ പാഞ്ഞെടുത്തു. കൊടുങ്ങല്ലൂർ അഴീക്കോട് റേഷൻ കടയിലെ മസ്റ്ററിംഗ് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചയാൾ ഇ-പോസ് മെഷീൻ നിലത്തെറിഞ്ഞ് തകർത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് മഞ്ഞളിപ്പള്ളി സ്വദേശി രാജേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വന്യജീവി വാരാഘോഷത്തിൽ ആഘോഷങ്ങളില്ലാതെ സുവോളജിക്കൽ പാർക്ക്. തൃശൂർ മൃഗശാലയിൽ നിന്ന് സുവോളജിക്കൽ പാർക്കിലേക്ക് പക്ഷിമൃഗാദികളെ മാറ്റുന്നതിനുള്ള നടപടികൾ അനിശ്ചിതത്വത്തിലായിട്ട് മാസങ്ങൾ പിന്നിട്ടു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.